Hi kids, continuation of a robot with the virus activities part 2. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. Let's start. Activity 5. Let us conduct a debate in the class on we cannot live without mobile phones. Form two groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. അതായത് ക്ലാസ്സിൽ രണ്ട് ഗ്രൂപ്പ് ഫോം ചെയ്യുക, ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. എന്നിട്ട് ഒരു ഡിബേറ്റ്, ചർച്ച സംഘടിപ്പിക്കണം. എന്തിനാണ്? വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ചർച്ച, ഒരു ഡിബേറ്റ് കൂടണം. ഗ്രൂപ്പ് എ വന്നിട്ട് മൊബൈൽ ഫോൺ യൂസേജിന് സപ്പോർട്ട് ചെയ്യുകയും ഗ്രൂപ്പ് ബി വന്നിട്ട് ഈ ഒരു ആർഗ്യുമെൻറ്റിന് ഒപ്പോസ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. Let us list the important point from group A and group B. ആ പിക്ചറിൻ്റെ താഴെ തന്നെ രണ്ട് ടേബിൾ തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് എ ആയിട്ടും ഗ്രൂപ്പ് ബി ആയിട്ട് രണ്ട് ഗ്രൂപ്പ് ഫോം ചെയ്തു. അതിൽ ഗ്രൂപ്പ് എ വന്നിട്ട് മൊബൈൽ ഫോൺസിൻ്റെ യൂസ്, പിന്നെ അതിനെ അബ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തെറ്റുകൾ പറയുക. അപ്പം യൂസും അബ്യൂസും. ഫസ്റ്റ് യൂസ്, easier and faster communication. Abuse, waste time. Second use, it is a tool for communication and to access information. Abuse, excessive use can lead to various health issues, from physical health issues to mental and social problems. Third one, making it easier to stay connected with our loved ones. Abuse, more screen time can lead to eye strain, neck pain, back pain, and sleep disturbance. Fourth one, mobile phones provide access to a vast amount of information, resources, and educational materials. Then abuse. Excessive phone use can detract from face-to-face interactions. Detract means കുറയ്ക്കുക. അതായത് ഫോൺ യൂസേജ്, കൂടുതൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയുള്ള സംസാരം, ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻസ് ഡിട്രാക്റ്റ് ചെയ്യും, അതായത് കുറയുന്നു. ലാസ്റ്റ് ഫിഫ്ത്ത് യൂസ്, മൊബൈൽ ഫോൺ ക്യാൻ ബി യൂസ് ടു മാനേജ് ഷെഡ്യൂൾസ്, ട്രാക്ക് ടാസ്ക് ആൻഡ് ആക്സസ് എസെൻഷ്യൽ ടൂൾസ്, boosting efficiency and the productivity. Then abuse, mobile phone addiction or nomophobia can lead to anxiety, agitation, and strong desire to constantly check the device. Next, sixth activity. Sarah has bought a washing machine from a popular outlet. Unfortunately, it has stopped working. Here is an email sent to the company to get it റിപ്പയർഡ്. അതായത് സാറ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു ഒരു കമ്പനിയിൽ നിന്ന്. അത് പെട്ടെന്ന് റിപ്പയർ ആയിപ്പോയി. അപ്പോൾ എന്താണ്, ആ കമ്പനിയിലോട്ട് ഇമെയിൽ അയക്കുന്നതാണ് സാറ റിപ്പയർ ചെയ്യാനായിട്ട് ആളെ വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതേ ഫോമാറ്റിൽ താഴെ റിക്കിനെ സംബന്ധിച്ചൊരു മെയിൽ കിടപ്പുണ്ട്. Ricky kept on complaining to his parents about the robot, but they didn't listen to him. So he decided to register a complaint through email with the robot manufacturing company, asking them to replace the misprogrammed robot. അപ്പം റിക്കി ഇതേപോലെ പാരൻസിൻ്റെ ബാക്കിൽ നിന്ന് കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ട് നടന്നിട്ടും ഒരു വ്യത്യാസമില്ല അല്ലേ. റോബോട്ടിനെ വീട്ടിൽ നിന്ന് പുറത്ത് കളയാൻ പറഞ്ഞിട്ട് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് റിക്കി സ്വയം ഈ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനിയിലോട്ട്, ഫ്രം വെയർ റിക്കീസ് പാരൻസ് പർച്ചേസ്ഡ് അല്ലേ, അവിടെ ഒരു കംപ്ലയിൻറ്റ് ഇമെയിൽ ലെറ്റർ പോവുകയാണ് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിക്കി അയച്ച മെയിലിൻ്റെ ഫോമാറ്റ്, എൻ്റെ വേർഷൻ, ഫ്രം റിക്കി ടു അഡ്രസ്, മെയിൽ ID, പിന്നെ സബ്ജക്റ്റ്, പിന്നെ സർ
My parents purchased a robot from your company a few months ago. I think it is not programmed correctly as it is misplacing and disappearing my stuff. As a result, please replace the robot. The bill and essential documents are attached to this mail. Ricky. Next, seventh activity. Complete the following crossword puzzle related to household chores following the directions given. അപ്പോൾ താഴെ കുറച്ച് ഡയറക്ഷൻസ് തന്നിട്ടില്ലേ, ഇത് നമ്മുടെ മറ്റേ ക്രോസ്വേഡ് പസിലില്ലേ, ബാലരമയിലൊക്കെ ഉള്ളതുപോലെ സെയിം ടൈപ്പാണ്. അത് നമ്മുടെ ഹൗസ് ഹോൾഡ് റിലേറ്റഡ്, വീട്ടിലെ ജോലികൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പസിലാണ്. ഇപ്പോൾ ലെഫ്റ്റിൽ തന്നെ കുറച്ച് കോളംസ് തന്നിട്ടുണ്ട്. അതിൽ റൈറ്റിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ലെഫ്റ്റിലുള്ള കോളം നമ്മൾ ഫില്ല് ചെയ്യണം. അതിൽ എക്രോസ് ഡൗൺ, എക്രോസിൽ കുറച്ച് ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഡൗണിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്രോസ് എന്ന് പറയുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ എഴുതുന്നത്, ഡൗൺ എന്ന് വെച്ചാൽ താഴോട്ട് വരും ആ ഫോം വന്നിട്ട്. നൗ ലെറ്റ്സ് സീ ദ സോൾഡ് പസിൽ കണ്ടില്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്ലീൻ വിത്ത് വാട്ടർ വന്നിട്ട് വാഷ്, WASH. ദെൻ തേർഡ് കോളത്തിൽ എഴുതേണ്ടതാണ് 3 എന്ന് എഴുതിയിരിക്കുന്നത്, അത് ടെക്സ്റ്റിൽ തന്നെയുണ്ട്, CLEAN, ക്ലീൻ. ഫ്രീ ഫ്രം ഡേർട്ട്, ക്ലീൻ. ദെൻ ഫോർത്ത് കോളത്തിൽ വരേണ്ടത് തിങ് യൂസ് ഫോർ വൈപ്പിംഗ് ഫ്ലോസ്, ക്ലീൻ. എന്താണ്? മോപ്പ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഡൗൺ, താഴോട്ടുള്ളതാണ്, ക്ലീനിങ് വിത്ത് എ ബ്രൂം. അത് സെക്കൻഡിലാണ് എഴുതേണ്ടത്, സ്വീപ്പ്, SWEEP, താഴോട്ട് വരുന്നത്, 2 താഴോട്ട് വരുന്ന. ദെൻ വന്നിട്ട് തേർഡ് കോളത്തിൽ എഴുതേണ്ടതാണ് കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. അതെന്തായിരിക്കും വരുന്നത്? ചോപ്പ് വന്നിട്ട് തേർഡിൽ ചോപ്പ്. നെക്സ്റ്റ് 8th ആക്ടിവിറ്റി. Ricky's mother wanted him to do various household chores. Here is what she keeps telling him. റിക്കിയുടെ അമ്മ റിക്കിയുടെ അടുത്ത് വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറയുന്നതാണ്. അപ്പോൾ റിക്കിയുടെ അടുത്ത് അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. ഫസ്റ്റ്, റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി iron your t-shirt and trousers. Your parents too might have asked you to do certain things. Write a few of them. അപ്പം ഇതുപോലെ റിക്കിയുടെ അമ്മ റിക്കിയുടെ അടുത്ത് പറയുന്നത് പോലെ നിങ്ങളുടെ പാരൻസും നിങ്ങളോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയൂലേ, അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഓക്കെ, ഞാനിവിടെ രാഹുൽ എന്ന പേരാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പേര് തന്നെ നിങ്ങൾ എഴുതണം. കാരണം വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് നിങ്ങളുടെ അമ്മമാരെങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ എഴുതാനാണ് പറയുന്നത്. പിന്നെ വേറൊരിതും കൂടെ, ഏതൊരു കോൺവെർസേഷൻ എഴുതിയിരുന്നാലും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്താണോ പറയുന്നത് അതുപോലെ എഴുതാൻ പറയുമ്പോൾ ആ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് കൊട്ടേഷൻ മാർക്ക് കണ്ടില്ലേ, മുകളിൽ 2 കോമ പോലെ കിടക്കുന്നില്ലേ, ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു പറയുന്നത് പോലെ എഴുതാൻ പറയുമ്പോൾ മുകളിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ടു ദ എൻഡ് വരുമ്പോഴത്തേക്കും 2 കൊട്ടേഷൻ മാർക്ക് ഇടണം. അപ്പോൾ ഒരു കോൺവെർസേഷൻ എഴുതുമ്പോൾ മസ്റ്റായിട്ട് ഇത് എഴുതണമെങ്കിലേ അതൊരു കോൺവെർസേഷനായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആൻസർ ഈസ് ഫസ്റ്റ് വൺ, രാഹുൽ പുട്ട് യുവർ സ്മെല്ലി സോക്സ് ഇൻസൈഡ് ദ ബാസ്ക്കറ്റ്. Then second one, Rahul fold your clothes and arrange them in the cupboard. Third, Rahul close the lid after taking the food. Then fourth one, Rahul clean your room. Then fifth one, Rahul wash your plate after eating the food. Next page, question B, how will you ask your parents to do something for you? നമ്മൾ നമ്മുടെ പാരൻസിനോട് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മളെങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്? Fill in the following table by giving some examples. One is done for you. ഒന്ന് നമുക്ക് ചെയ്ത് തന്നിരിക്കുകയാണ്, ഒരു എക്സാമ്പിൾ. മൊത്തം 5 എണ്ണം ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് അവർ എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. എന്താണ്? മദർ പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. അമ്മേ എൻ്റെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ? അങ്ങനെയാണ്. നെക്സ്റ്റ് ആൻസർ കണ്ട സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒരു പറയുന്ന രീതിയിലായതുകൊണ്ട് നമ്മുടെ കൊട്ടേഷൻ കഴിഞ്ഞൊരു കോമ,
ലാസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെൻറ്റൻസ് അനദർ കൊട്ടേഷൻ, ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടാണ് അത് എൻഡ് ചെയ്യാൻ. പിന്നെ ദെൻ ഫുൾ സ്റ്റോപ്പ്. ഇംഗ്ലീഷിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പഞ്ച്വേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ എഴുതി അങ്ങനെ തന്നെ ആ രീതിയിൽ തന്നെ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ആൻസർ മദർ പ്ലീസ് ഹെൽപ്പ് മീ ടു ഫോൾഡ് മൈ ക്ലോത്ത്സ്. Then third answer, mother please help me in my studies. Then fourth one, mother please take me to the park. Then fifth one, mother please help me to take the book from shelf. Next, question number 9. Look at the following paragraph from the story. Off he went running to his parents. Father, the butler robot is faulty. He has flinched my things. I think they programmed him badly. Let us send him off. Note the sentence given in italics. ഇപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഇറ്റാലിക്സിൽ ഒരു വാക്കുണ്ട്, ഹീ ഹാസ് ഫ്ലിഷ് മൈ തിങ്സ്. ഇറ്റാലിക്സിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ഫോണ്ടിനെ കാട്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എഴുത്താണ് അല്ലേ, ഒരു ചരിച്ചിട്ട്. അത് പറയുന്നത് സെൻറ്റൻസസ് ലൈക്ക് ദ എബവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിങ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസൻറ്റ്. അതായത് ഹി ഹാസ് ഫ്ലിഷ് മൈ തിങ്സ്, എൻ്റെ സാധനങ്ങൾ അവൻ എന്താണ് കാണാനില്ല അല്ലേ, അത് കാണാനില്ല എന്ന് ആര് പറഞ്ഞു, റിക്കി പറഞ്ഞതാണ്. അത് പാരൻറ്റിൻ്റെ അടുത്ത്, അവൻ്റെ ഫാദറിൻ്റെ അടുത്ത് അപ്പോൾ പറയുമ്പോൾ ആ മുമ്പ് പാസ്റ്റ് ചെയ്ത കാര്യത്തിന് ഇപ്പോൾ അത് ആ ഒരു വാക്കിന് റെലവൻസ് ഉണ്ട് അല്ലേ, പ്രസക്തിയുണ്ട്. അതാണ് അപ്പോൾ അവൻ പറയുന്നത്. അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഉള്ള ഒരു പാസേജ് താഴെ തന്നിട്ടുണ്ട്. Try to find out sentences of a similar pattern from the paragraph given below. Write them down in the space given. അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് താഴെ കുറച്ച് കോളംസ് തന്നിട്ടുണ്ട്. ഈ ഒരു പാസേജിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. I have lived here for 30 years. I have always looked upon this place as my home. My children advise me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital, which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. അപ്പോൾ ഈ പാസേജിൽ നിന്ന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. I have lived here for 30 years. അപ്പോൾ പാസ്റ്റിൽ ഫ്രം 30 years ഹീസ് ലിവിങ് ഹിയർ അല്ലേ, പ്രസൻറ്റ് ആയിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. അപ്പോൾ ഈ ഒരു വാക്ക് റെലവൻ്റ് ആണ്, ഈ ഒരു ആക്ഷന് ഈ ഒരു വാക്ക് റെലവൻ്റ് ആണ്. ദ നെക്സ്റ്റ്, ഐ ഹാവ് ഓൾവേസ് ലുക്ക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് ആസ് മൈ ഹോം. നെക്സ്റ്റ് വൺ, I have realized that you cannot expect to have everything you like to have. Third one, I think you too have realized it. ഇതെല്ലാം ആ പാസേജിലുള്ളതാണ്. പാസ്റ്റിലെ ആക്ഷൻസ്, പ്രസൻറ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ്. ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ട് 3 ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഹിറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്